പാലാ നഗരസഭയിൽ കോൺഗ്രസ് മുൾമുനയിലാണ്. DCCയുടെ വിപ്പ് ലംഘിച്ച 4 കൗൺസിലർമാർ അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്. സ്വതന്ത്ര അംഗമായ മായ രാഹുലും എത്തിയിട്ടുണ്ട്. അജിത് ബാബുവാണ് വിവരങ്ങളുമായി ചേരുന്നത്. അജിത്ത്, അങ്ങനെയെങ്കിൽ പാലായിൽ വൻ ട്വിസ്റ്റ് ഇതോടുകൂടി സംഭവിച്ച് കഴിഞ്ഞിരിക്കുന്നു. കാരണം 4 പേർ വിപ്പ് ലംഘിച്ച് അവിശ്വാസത്തിൽ പങ്കെടുക്കാൻ എത്തിയത് സ്ഥിതിക്ക് ആ അവിശ്വാസം പാസ്സാകാനുള്ള സാധ്യതയല്ലേ ഉള്ളത്? തീർച്ചയായും അത് അങ്ങനെ തന്നെയാണ്. അതായത് ഈ പങ്കെടുത്തവർ ബിജു മാത്യൂസ്, തോണി തൈപ്പറമ്പിൽ, രജിത പ്രകാശ്, ലിസിക്കുട്ടി മാത്യൂസ് എന്ന 4 കോൺഗ്രസ് കൗൺസിലർമാരും അതോടൊപ്പം തന്നെ കോൺഗ്രസ് വിമതയായി ജയിച്ച ഇത്തരത്തിൽ മായ രാഹുലും ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്തരത്തിൽ ഇവിടെ എത്തിയ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. വളരെ പ്രധാനപ്പെട്ട ദൃശ്യങ്ങൾ കൂടിയാണ്. കോൺഗ്രസിലെ 2 കൗൺസിലർമാർ മാത്രമാണ് പങ്കെടുക്കാത്തുള്ളത്. റിയാജ് ചിരാങ്കുഴിയും സെബാസ്റ്റ്യൻ പനക്കലുമാണ് പങ്കെടുക്കാത്തത്. ഈ സമയത്ത് ഘട്ടത്തിൽ പ്രതികരിക്കാൻ ഈ നിങ്ങൾ കോൺഗ്രസിന് വിപ്പ് ലഭിച്ചിരുന്നു, എന്നിട്ടും പങ്കെടുക്കുകയാണ്. എന്താണ് ഇതിൽ പ്രതികരിക്കുന്നത്? പാർലമെന്ററി പാർട്ടി ലീഡർ ടോണി അതിനെപ്പറ്റി സംസാരിക്കും. ഈ ഘട്ടത്തിൽ എന്തെങ്കിലും പറയാം? ഇപ്പം മറുപടി ഇല്ല. നമുക്ക് എല്ലാ സഹോദരന്മാരെയും കാണുകയാണ്. ഇതെല്ലാം കഴിയുമ്പോൾ ഞങ്ങൾ സഹോദരന്മാരെല്ലാം കാണും. കണ്ടിട്ടോ ഞങ്ങൾ ഇവിടുന്ന് പോകുള്ളൂ. അതായത് ഇപ്പോൾ പ്രതികരിക്കാനില്ല എന്നുള്ളതാണ്. വളരെ നിർണായകമായ 11 മണിക്കാണ് ഇത്തരത്തിൽ ഈ അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യുന്ന യോഗം ആരംഭിക്കുന്നത്. അതിനു മുമ്പോട് തന്നെ ഇത് വലിയ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. കാരണം പാലയെ സംബന്ധിച്ച് നമുക്കറിയാം, കേരളത്തിൽ ആകെ ചർച്ച ചെയ്യപ്പെട്ടൊരു നഗരസഭയാണ്. അവിടെയാണ് ഇത്തരത്തിൽ ഈ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെയർപേഴ്സൺ എന്ന പേര് ദിയ നേടുകയും ഉൾപ്പെടെ ചെയ്യുന്ന പശ്ചാത്തലമാണുണ്ട്. പിന്നീട് നിരന്തരം UDFിനുള്ളിൽ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന സാഹചര്യമുണ്ടായി. ആ സഖ്യം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി തന്നെ പ്രമേയം പാസ്സാക്കുന്ന പശ്ചാത്തലമുണ്ട്. അതിന് പിന്നാലെയാണ് LDF അവിശ്വാസം കൊണ്ടിരുന്ന സാഹചര്യം ഉണ്ടായത്. ആ അവിശ്വാസം മുന്നോട്ട് വച്ചതിന് പിന്നാലെ കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വവും ഒക്കെ പ്രാദേശിക നേതൃത്വവുമായി നിരവധി തവണ ചർച്ച നടത്തുന്ന പശ്ചാത്തലമുണ്ടായി. പക്ഷേ ഇനി ഇത്തരത്തിലൊരു സഹകരണം ഉണ്ടാകില്ല. പ്രത്യേകിച്ചും മോഷണ പരാതി ഉൾപ്പെടെ തങ്ങളുടെ കൂടെയുള്ള ഒരു കൗൺസിലർക്കെതിരെ ഉന്നയിച്ചിട്ട് അതിനുശേഷം അവരുമായി സഹകരിക്കുന്നത്, അത് സ്വതന്ത്ര കൂട്ടായ്മയുമായി സഹകരിക്കുന്നത്, അത് ആത്മാഭിമാനത്തിന് നിരക്കുന്നതല്ല എന്നുള്ളതായിരുന്നു നേതാക്കളെ കൗൺസിലർമാർ അറിയിച്ചത്. അതിന് പിന്നാലെയാണ് ഈ കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വത്തിന്റെ വിപ്പ് ലംഘിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഈ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാനായി എത്തിയിട്ടുള്ളത്. ആത്മാഭിമാനം സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇവർ നേതൃത്വത്തെ അറിയിച്ചത്. സ്വാഭാവികമായും വളരെ പ്രധാനപ്പെട്ട ദൃശ്യങ്ങൾ. അതോടൊപ്പം തന്നെ നമുക്ക് കോൺഗ്രസിന്റെ വിമതയായി വിജയിച്ച മായ രാഹുൽ ഉൾപ്പെടെയുള്ള ആളുകളെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ആ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് ഇവിടെ കാണാം. പ്രത്യേകിച്ച് അല്പസമയത്തിന് മുമ്പ് LDFിന്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ഇത്തരത്തിൽ പറഞ്ഞത് ഈ പാലായിൽ ഒരു ക്രിയാത്മകമായ ഭരണം ഉണ്ടാകും, അതിനുവേണ്ടി തങ്ങൾ പിന്തുണ നൽകുമെന്നുള്ളതാണ്. ആ ക്രിയാത്മക ഭരണം എന്താണെന്ന് വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ ഈ പുതിയ സാധ്യതകൾ എന്തൊക്കെയാണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയുന്നുണ്ട്. പാലയെ സംബന്ധിച്ച് 11 മണിക്ക് ഇത്തരത്തിൽ കൗൺസിൽ പ്രതിപക്ഷ എല്ലാ അംഗങ്ങളും കൂടി എത്തിക്കഴിഞ്ഞ് ഇത്തരത്തിൽ അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യുന്ന കൗൺസിൽ എത്തുന്നതോടുകൂടി അത് വലിയ പ്രതിസന്ധിയിലേക്കായിരിക്കും നയിക്കുക. വലിയ വാർത്തകൾ വരാനുണ്ടെന്ന് ഈ സൂചനകൾ തന്നെ വ്യക്തമാക്കുന്നു. ഏതാണെങ്കിലും ഈ കോൺഗ്രസിന്റെ ഉദയ വിജയിച്ച കൗൺസിലർ കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ താങ്കൾ പങ്കെടുക്കുകയാണ്. താങ്കൾക്ക് മറ്റ് വിപ്പിന്റെ തടസ്സങ്ങളില്ല. എന്തായിരിക്കും നിലപാട്? അല്ല, ഇത് കഴിഞ്ഞതിന് ശേഷം, അതായത് ഈ ഒരു പ്രമേയം പാസ്സായി കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ പാർലമെൻ്ററി പാർട്ടി ലീഡർ എൻ്റെയും കൂടെ റെപ്രസെൻറ്റേറ്റീവായിട്ടാണ് UDFിനോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് ഇദ്ദേഹമാണ് ഇപ്പോൾ ഒരു തീരുമാനം പറയാൻ പോകുന്നത്. അപ്പം ഇത് കഴിഞ്ഞ ഉടൻ തന്നെ എല്ലാം കൂടെ പറയുന്നതായിരിക്കും. പ്രമേയം പാസ്സാകുന്നപ്പോൾ ഉറപ്പുണ്ട്? പ്രമേയം പാസ്സാകും, അത് കഴിയട്ടെ, കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പറയാം. ആ വാക്കുകളിലുണ്ട്, നമ്മളോട് പറഞ്ഞ ഘട്ടത്തിൽ ആദ്യത്തെ പ്രതികരണത്തിലുണ്ട്. ഈ പ്രമേയം പാസ്സായതിനു ശേഷം പ്രതികരിക്കും എന്നുൾപ്പെടെ പറയുന്ന ഒരു പശ്ചാത്തലം. അതിൽ നിന്ന് ആ വാക്കുകളുടെ സൂചനയിൽ കാര്യങ്ങളുണ്ട് എന്നത് വ്യക്തമാണ്. ഏതാണെങ്കിലും പാലായിൽ നിന്ന് വലിയ വാർത്ത വരാൻ പോകുന്നു, വലിയ ചർച്ച വരാൻ പോകുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ സ്വതന്ത്ര കൂട്ടായ്മയുമായുള്ള ഭരണം ഇവിടെ അവസാനിക്കുകയാണോ? സംസ്ഥാന നേതൃത്വത്തെയും ജില്ലാ നേതൃത്വത്തെയും അംഗീകരിക്കാത്ത നിലപാടിലേക്ക് സ്വീകരിച്ച കാര്യങ്ങൾ പോവുകയാണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. മാത്രമല്ല, ഇത് ഈ ഏതാനും കൗൺസിലർമാരുടെ നിലപാട് മാത്രമല്ല, പാലായിലെ കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റിയുടെയും പ്രാദേശിക നേതൃത്വത്തിന്റെയും ആകെ നിലപാട് ഇതായിരുന്നു. അതുകൊണ്ടാണ് മണ്ഡലം കമ്മിറ്റിയിൽ ഐക്യകണ്ഠേന പ്രമേയം പാസ്സാക്കി അത് പാസ്സായി പശ്ചാത്തലം ഉണ്ടായത്. അതിന് പിന്നാലെയാണ് യോഗം തുടങ്ങുന്നതിന് അരമണിക്കൂർ മുമ്പേ ഇവിടെ എത്തി കോൺഗ്രസ് കൗൺസിലർമാർ 4 കോൺഗ്രസ് കൗൺസിലർമാരും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ വിമതയായി ജയിച്ചിട്ടുള്ള മായ രാഹുലും ഉൾപ്പെടെ പങ്കെടുക്കുന്ന പശ്ചാത്തലം ഉണ്ടായിട്ടുള്ളത്. നമുക്ക് ഇവിടെ LDFിന്റെ കൗൺസിലർമാരെല്ലാം ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ നിങ്ങളെ സംബന്ധിച്ച് ഇത് പാസ്സാകുമെന്ന് ഒരു ഏകദേശ ധാരണയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഏകദേശ ധാരണയല്ലോ, ഞങ്ങൾക്ക് 100% ഉറപ്പുണ്ട്. കാരണം അവിശ്വാസം കൊടുത്ത് സാങ്കേതികമായിട്ട് ഞങ്ങളാണെങ്കിലും ആദ്യം അവിശ്വാസം രേഖപ്പെടുത്തി അവരുടെ ഭരണപക്ഷപ്പെട്ട ആൾക്കാരല്ലേ, അവരല്ലേ 6 പേർ ഒറ്റക്കെട്ടായിട്ട് അവരുടെ പാർട്ടിയല്ലേ ഒരുമിച്ച് പറഞ്ഞ് ചെയർപേഴ്സൺ അവിശ്വാസം. പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെന്താ പേടിക്കുന്നത്? നിങ്ങൾ ഏതാണെങ്കിലും അധികാരത്തിലേക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അവിശ്വാസം കൊണ്ടുവന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും ഒരു സമാന്തര നീക്കം, അതൊരു ക്രിയാത്മക ഭരണം ഉണ്ടാകുമെന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു? അല്ല, തീർച്ചയായിട്ടും ഞാൻ പറയാം, മുനിസിപ്പൽ ഭരണം എന്ന് പറയുന്നത് ഭരണപക്ഷ പ്രതിപക്ഷം എന്നുള്ളതല്ല, നല്ല ഒരു സുസ്ഥിരമായ ഭരണമാണ്. അപ്പോൾ അതിനുവേണ്ടി സ്വാഭാവികമായിട്ടും നമ്മൾ സമാന മനസ്കരായിട്ട് പാലായുടെ വികസനത്തിന് വേണ്ടി വരുന്ന ആരുമായിട്ട് നമ്മൾ സഹകരിച്ചു പോകും, അതിന് സംശയമൊന്നുമില്ല.
പാലായുടെ വികസനത്തിനുമായി വരുന്ന ആരുമായി സഹകരിക്കുന്നു പറയുമ്പോൾ അതിൽ കോൺഗ്രസുമായി സഹകരിക്കുമെന്നുള്ളത് നമുക്ക് വായിക്കാം. അത് ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസുമായിട്ട് സഹകരിക്കുന്നല്ല, വികസനവുമായിട്ട് സഹകരിച്ച് വരുന്ന ഞങ്ങളുടെ കാഴ്ചപ്പാടുമായിട്ട് യോജിച്ച് പോകുന്നവരെന്നല്ല എൻ്റെ അർത്ഥം. അത് തീർച്ചയായിട്ടും അങ്ങനെ വരും. കാരണം ഭരണം ഇവിടെ അസ്ഥിരത ഉണ്ടാക്കാൻ പറ്റിയല്ലോ. പാല അനാഥമാകിയല്ല, അതിന് സംശയമൊന്നും വേണ്ട. വളരെ വ്യക്തമാണ് ശ്യാമിലി. ആ പ്രതികരണം വളരെ നമ്മൾ ഏറ്റവും പാല നഗരസഭയിലെ പ്രതിപക്ഷ നേതാവാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്. ആ പ്രതികരണത്തിലുണ്ട് ഒരു സമാന മനസ്കരമായി യോജിച്ചുള്ള ഭരണം പാലായിൽ ഉണ്ടാകും എന്ന് പറയുമ്പോൾ ആ കോൺഫിഡൻസിൽ കാര്യങ്ങളുണ്ട്. പാലായിൽ ഏതാണെങ്കിലും വലിയ സംഭവ വികാസങ്ങൾ നടക്കാൻ പോകുന്ന കൗൺസിൽ ആരൊക്കെയാണ്. മാത്രമല്ല താഴെ കേരള കോൺഗ്രസിന്റെ ഉൾപ്പെടെ പ്രവർത്തകർ ഉൾപ്പെടെ എത്തിത്തുടങ്ങുന്ന പശ്ചാത്തലം കൂടി ഉണ്ടായിട്ടുണ്ട്. കൗൺസിൽ യോഗം 11 മണിക്ക് തന്നെ ആരംഭിച്ച് ഏതാനും സമയങ്ങൾക്കുള്ളിൽ തന്നെ ഇതിന്റെ കാര്യങ്ങൾ പൂർണ്ണമായും വ്യക്തമാകുന്ന പശ്ചാത്തലം ഉണ്ടാകും. ഇതുവരെ സ്വതന്ത്ര കൂട്ടായ്മയിലെ കൗൺസിലർമാർ ദിയ പുളിക്കക്കണ്ടം ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടില്ല. അവർ കൂടി എത്തിക്കഴിഞ്ഞതിന് ശേഷമായിരിക്കും മിക്കവാറും 2 പേർ കോൺഗ്രസിന്റെ വിട്ടുനിന്ന 2 പേർ മാത്രമായിരിക്കും ഇതിൽ പങ്കെടുക്കാതിരിക്കുക. ബാക്കി 24 അംഗങ്ങൾ പങ്കെടുത്തുകൊണ്ടുള്ള കൗൺസിലായിരിക്കും ഒരുപക്ഷെ ചേരുക. ഇനി ആരൊക്കെ അതുപോലെ തന്നെ മറ്റ് അംഗങ്ങൾ വിട്ടുനിൽക്കുന്ന സാഹചര്യം കൂടി ഉണ്ടാകും. പ്രത്യേകിച്ച് ജോസഫ് വിഭാഗത്തിന്റെ 3 അംഗങ്ങൾ വിട്ടുനിൽക്കും. അതുപോലെ തന്നെ മാണി സി കാപ്പനെ പ്രതിനിധിച്ചുള്ള അംഗം വിട്ടുനിൽക്കും. അങ്ങനെ വിട്ടുനിൽക്കുന്ന ആളുകൾ ഒഴിച്ച് ബാക്കിയുള്ള ആളുകൾ പങ്കെടുക്കുന്ന പശ്ചാത്തലമായിരിക്കും ഉണ്ടാകുക. ഏതാണെങ്കിലും ഈ ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു. ആ വ്യക്തമായ കാര്യം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ 4 കൗൺസിലർമാർ വിപ്പ് ലംഘിച്ച് വോട്ട് ചെയ്യും. അതോടുകൂടി 2 പേരുടെ മാത്രം കൂടി പിന്തുണയാണ് ഇത് പാസ്സാവാൻ. 14 വോട്ടുകളാണ് ആവശ്യമുള്ളത്. 16 വോട്ടുകൾ ലഭ്യം. 16ഉം പിന്നീട് 1 ഈ മായ രാഹുലിന്റെ വോട്ട് കൂട്ടുമ്പോൾ അതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ വരുന്ന പശ്ചാത്തലം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരികയാണ്. ഏതാണെങ്കിലും 14ന് മുകളിലേക്ക് ഒരു സംഖ്യയിലേക്ക് കാര്യങ്ങൾ എത്തും എന്ന് ഏതാണ്ട് വ്യക്തമാകുകയാണ്. ഇനി പാലായിലെ നഗരസഭയുടെ ഭരണം എപ്പോഴവസാനിക്കുമെന്ന ചോദ്യം മാത്രമാണ് നമുക്ക് മുമ്പിലുള്ളത്. അതിൽ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നത് എപ്പോഴെന്നത് മാത്രമായിരിക്കും ചോദ്യം ഉണ്ടാകുക. ഇതിനോട് എങ്ങനെയാണ് സ്വതന്ത്ര കൂട്ടായ്മ പ്രതികരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഈ പ്രശ്നം എത്രത്തോളം ഗുരുതരമാകാനുള്ള കാരണത്തിൽ പ്രധാനപ്പെട്ട ഒന്ന് ഈ മോഷണ പരാതി ഉയർന്നു വന്നതാണ്. പ്രത്യേകിച്ചും അവരെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച് അതൊരു ആത്മാഭിമാനത്തിന്റെ പ്രശ്നമായി മാറി. പ്രാദേശികമായി വലിയ വികാരം അവർക്കിടയിൽ ഉണ്ടായി. തങ്ങളുടെ കൂട്ടത്തിലൊരു കൗൺസിലർക്കെതിരെ വാച്ച് മോഷ്ടിച്ചു എന്നുള്ള ഒരു പരാതി നൽകിയത് അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നൊരു നിലപാട് കോൺഗ്രസിന് തന്നെ പൊതുവായി പാലായിൽ ഉണ്ടായി. അതാണ് ഇത്രത്തോളം ഈ പ്രശ്നത്തെ സങ്കീർണമാക്കിയത്. നേതൃത്വത്തിന് പോലും പരിഹരിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ഈ പ്രശ്നം മാറിയതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അതാണ്. ആ വൈകാരിക പ്രശ്നമാണ്. ഒരു ആത്മാഭിമാനത്തിന്റെ കൂട്ടത്തിലുള്ള ഒരു കൗൺസിലറിനെ അവരുടെ ആത്മാഭിമാനം തകർക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമായി എന്നുള്ള വിമർശനമാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ സ്വതന്ത്ര കൂട്ടായ്മ പറയുന്നത് ഈ ഭരണം തുടങ്ങിയ കാലം മുതൽ തന്നെ ഇത്തരത്തിൽ ബിജു മാത്യൂസ് ഉൾപ്പെടെയുള്ളവർ പ്രതിസന്ധി സൃഷ്ടിക്കാനാണ് ശ്രമിച്ചത്. ധാരണകളൊന്നും പാലിക്കാത്ത രീതിയിലുള്ള പ്രവർത്തനമാണ് ഉണ്ടായതെന്ന് പറയുമ്പോൾ അതേസമയം തങ്ങൾക്ക് കുടുംബാധിപത്യമാണ് ഇവിടെ നിലനിൽക്കുന്നത് കോൺഗ്രസിലെ കൗൺസിലർമാർ വിമർശനം ഉന്നയിച്ചു. അങ്ങനെ അസ്ഥിരമായ കൃത്യമായ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയാത്ത ഒരു അസ്ഥിരമായ ഭരണമായിരുന്നു പാലായിൽ കഴിഞ്ഞ കാലത്ത് ഉണ്ടായത്. അതിന് ഈ സങ്കീർണമായ UDF-നുള്ളിലെ പ്രശ്നങ്ങളെല്ലാം കാരണമായിട്ടുണ്ട്. പാലായിൽ ഒരു ട്വിസ്റ്റ് സംഭവിക്കാൻ പോവുകയാണ്. പാലായിൽ ചിലപ്പോൾ അവിടെ ഈ ഭരണം അവസാനിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അത് എപ്പോൾ ആ നടപടിക്രമങ്ങൾ എപ്പോൾ പൂർത്തിയാകുമെന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും അജിത്തിന്റെ ലൈവിൽ നിന്ന് നമുക്ക് രണ്ട് വളരെ പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ എടുക്കാം. അതൊന്ന് വിപ്പ് ലംഘിച്ചുകൊണ്ട് 4 അംഗങ്ങൾ അവിടെ കോൺഗ്രസ് അംഗങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. അവർ കൂടി പ്രമേയത്തിൽ അനുകൂലിച്ച് അവിശ്വാസ പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്യുന്നതോടുകൂടി ഇത് പാസ്സാകും. അങ്ങനെ പാസ്സാകും എന്ന് നേരത്തെ ഉപാധ്യക്ഷ കൂടി പറയുന്ന മായ രാഹുൽ കൂടി പറയുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. മറ്റൊന്ന് LDF കൗൺസിലർമാരുടെ പ്രതികരണമായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം പറയുന്ന സമാന മനസ്ഥിതിയുള്ളവരുമായി സഹകരിച്ചു മുന്നോട്ട് പോകും, പാല അനാഥമാകില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ പാലയിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ, ഏറ്റവും പുതിയ വാർത്തകൾ ഉടൻ വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അജിത് ബാബുവാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.